കാനാവിൽ നിന്ന് കാൽവറിയിലേക്കുള്ള ഒരു സുന്ദരമായ യാത്ര ആരംഭിക്കുകയാണ്. വെള്ളം വീഞ്ഞാകുന്നതും വീഞ്ഞ് രക്തമാകുന്നതുമായ കാൽവറിയിലെ പരമയാഗത്തിനു വേണ്ടിയുള്ള ക്രിസ്തുവിനോടൊപ്പമുള്ള ഒരു യാത്രയാണ് ഈ നോമ്പുകാലം. കാനാവിലെ കല്യാണ വിരുന്നിലേക്കാണ് നമ്മളെ സഭ കൂട്ടിക്കൊണ്ടു പോകുന്നത്. സമൃദ്ധമായ വീഞ്ഞിന്റെ നല്ല അനുഭവത്തിൽ നിന്നാണ് സമൃദ്ധമായ അവന്റെ രക്തം നമുക്ക് പങ്കുകാരാകുവാൻ തക്കവണ്ണം നമ്മെ സഭ യാത്രയാക്കുന്നത്. ഈ കല്യാണ വിരുന്നിൽ നടക്കുന്ന ചില രൂപാന്തരത്തിന്റെ നല്ല അനുഭവങ്ങളെ പങ്കുവെക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വേദഭാഗങ്ങളിൽ നിന്ന് ദ 5 keys ഫോർ ട്രാൻസ്ഫോർമേഷൻ, രൂപാന്തരത്തിനുള്ള 5 താക്കോൽ നിധികൾ, 5 താക്കോലുകളെ നൽകുകയാണ്. ഈ നോമ്പ് 5 പടികളിലൂടെയാവണം നാം ചവിട്ടിക്കയറേണ്ടത്. 1, ദിസ് ലെൻ ഫോർ ഇൻവിറ്റേഷൻ, മറ്റുള്ളവരെ ക്ഷണിക്കുന്നതായിരിക്കണം ഈ നോമ്പുകാലം. ചേർത്ത് നിർത്തേണ്ടവയെ ചേർത്ത് നിർത്തുന്നതായിരിക്കണം ഈ നോമ്പുകാലം. ഇവിടെ അമ്മയുണ്ട്, യേശുവുണ്ട്, ശിഷ്യന്മാരുണ്ട്, വിരുന്നുകാരുണ്ട്. ഇങ്ങനെ ഈ നോമ്പുകാലം നമ്മുടെ ചുറ്റും അവരുടെ എല്ലാം അനുഗ്രഹമായ ഒരു സാന്നിധ്യത്തിന്റെ നിറവിലായിരിക്കണം ഈ നോമ്പുകാലം നമ്മെ നയിക്കേണ്ടത്. ചേർത്ത് നിർത്തേണ്ടവയെല്ലാം, അകന്നു പോയതിനെയെല്ലാം ചേർത്ത് നിർത്തേണ്ട അതിസുന്ദരമായ ഒരു നോമ്പുകാലമായാൽ മാത്രമേ, ഇവിടെ ഭക്ഷണത്തിൽ മാത്രമല്ല സ്നേഹമാണ് അതിനപ്പുറമുള്ള ഏറ്റവും നല്ല നോമ്പെന്ന് പിതാക്കന്മാരെ നമ്മെ പഠിപ്പിക്കുന്നത്. രണ്ടാമതായിട്ട് ദിസ് ലെൻ ഫോർ ഇൻസ്ട്രക്ഷൻസ്, ക്രിസ്തുവിന്റെ വാക്കുകളെ കേൾക്കുന്നതായിരിക്കണം ഈ നോമ്പുകാലം. അവൻ പറയുന്നത് പോലെ ചെയ്യുവീൻ എന്ന അമ്മ അവരെ ഉദ്ബോധിപ്പിക്കുന്നതിലൂടെ അത് നമ്മയാണ് അമ്മ പഠിപ്പിക്കുന്നത്. യേശു എന്താണ് നമ്മളോട് സംസാരിക്കുന്നത് അത് കേൾക്കുവാനും അവന്റെ വചനങ്ങളെയും കൽപ്പനകളെയും പാലിക്കുവാനും തക്കവണ്ണം ഈ നോമ്പുകാലം നമ്മെ ധൈര്യപ്പെടുത്തണം. 3, ദിസ് ലെൻ ഫോർ ഇൻസ്ട്രുമെന്റ്സ്, നമുക്ക് നമ്മളൊരു ഉപകരണങ്ങളാകുന്ന ഒരു നോമ്പുകാലമായിരിക്കണം. 6 കൽഭരണികൾ അവിടെയുണ്ട്. അതിൽ വെള്ളം ആവോളം വക്കോളം നിറയ്ക്കുവീൻ എന്ന് പറയുമ്പോൾ അനുസരിക്കുന്ന നല്ലൊരു നോമ്പുകാലം ഇതായിരിക്കണം. നമ്മളതിനൊരു ഇൻസ്ട്രുമെന്റ്സ്, ഉപകരണങ്ങളായി തീരുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. ക്രിസ്തുവിന്റെ താല്പര്യങ്ങൾക്ക്, ദൈവത്തിന്റെ ഹിതങ്ങൾക്ക് നമുക്കൊന്ന് ഇരുന്നു കൊടുക്കാൻ, അവന്റെ മുമ്പിൽ കണ്ണും പൂട്ടി വായും പൂട്ടി ഒന്ന് പരിപൂർണമായും വിട്ടുകൊടുക്കുവാൻ തക്കവണ്ണമുള്ള ഒരു നോമ്പുകാലമായിരിക്കണം. അടുത്തതായിട്ട് ദിസ് ലെൻ ഫോർ ഇൻസ്പിറേഷൻ, മറ്റുള്ളവർക്ക് പ്രചോദനമായ ഒരു നോമ്പുകാലമായിരിക്കണം. വിരുന്നുവാഴി പറയുകയാണ്, ആദ്യം മേൽത്തരം വീഞ്ഞു കൊടുക്കാറുണ്ട്, പിന്നെയാണ് എളുപ്പമായത് വീഞ്ഞു കൊടുക്കുന്നത്. എന്നാൽ നിങ്ങൾ അവസാനം വരെ നല്ല വീഞ്ഞിനെയാണ് നിങ്ങൾ കൊടുത്തത്. ഈ നോമ്പുകാലം ഈ കല്യാണ വിരുന്നിൽ നിന്ന് ആരംഭിക്കുന്ന അതേ ഊർജത്തോടുകൂടെ തന്നെയായിരിക്കണം കാൽവറി മല നമുക്ക് ചവിട്ടേണ്ടത്. ഇവിടെ തീരരുത് ഈ നോമ്പുകാലത്തിന്റെ ആ ആരംഭത്തിന്റെ ഊർജം. ഇത് അവസാനം വരെ നിലനിർത്തുവാൻ തക്കവണ്ണം സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമുക്ക് ആരംഭം മുതൽ അവസാനം വരെയും ഒരേ ഊർജത്തിൽ, താല്പര്യത്തിൽ, സ്നേഹത്തിൽ, വിധേയത്വത്തിൽ, താല്പര്യത്തിൽ നമ്മുടെ ജീവിതകാലം പൂർണ്ണമാക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും. ആദ്യം നിനക്കുണ്ടായിരുന്ന സ്നേഹം അവസാനം വരെ നിലനിർത്തുക എന്നുള്ളതാണ് ഈ നോമ്പുകാലം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ കല്യാണ വിരുന്ന് നമ്മെ കാൽവറയിലേക്കുള്ള പരമയാഗത്തിനുള്ള നല്ല വിരുന്നായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെയും നല്ല വീഞ്ഞിനെ കൊടുക്കുന്ന അനുഭവമാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.